ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പരീക്ഷണമായിട്ടാട്ടോ. നമ്മുടെ റിങ്ങിലിട്ട വരാലിനൊക്കെ നമ്മളിന്ന് മുകളിൽ വലിയൊരു അക്വേറിയം ഉണ്ട് ഞങ്ങൾക്ക്. അതിലേക്ക് 3-4 എണ്ണത്തിന് ഇടാൻ പോവാം. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ റിങ്ങിൽ എത്രത്തോളം വലുതായെന്നൊക്കെ. നമുക്കത് നോക്കാം. നമ്മളിവിടെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ടബിൽ മീനിനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായി. ആ വെള്ളം ഇപ്പോൾ കലങ്ങിയുണ്ട്, അതൊന്ന് വൃത്തിയാക്കി എടുക്കാം. നമ്മുടെ ടാങ്കിലെ വെള്ളമൊക്കെ അതെ അച്ഛനോട് ഓസ് ഉപയോഗിച്ച് കളയാൻ നോക്കണേ. വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇതിൽ നമ്മുടെ മീനൊക്കെ ഉണ്ട്, കോഴിക്കാർപ്പും അതുപോലെ വരാലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ മീനൊക്കെ അതെ ഓടി ഓടി പോകണ്ട് ടോസിൻ്റെ അകത്തേക്ക് കൂടെ അതെ പിടിച്ചിടാണ്. ഇത് കൂടാണ്ട് റിങ്ങിൽ ഇടുമ്പോൾ നമ്മൾ കോഴിക്കാർപ്പിന് ഇട്ടുണ്ടായില്ല. 3-4 എണ്ണത്തിന് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അക്വേറിയത്തിലിടാന്ന് പറഞ്ഞിട്ട്. കുറവായിരിക്കുന്നു തോന്നുന്നു, 2 എണ്ണം ചാടിപ്പോയിട്ടുണ്ട്. 5 എണ്ണത്തിന് ഇട്ടുണ്ടായി ഇതിൻ്റെ അകത്ത്. പക്ഷെ ഇപ്പോൾ ആകെ 3 എണ്ണം ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ബ്രാൽ നല്ല കളറുണ്ട്, വൃത്തിയുണ്ട് കാണാൻ. 2 എണ്ണം ചാടിപ്പോയി. നടുവരലിൻ്റെ അത്ര ഓറഞ്ച് കളറായതുകൊണ്ട് കോഴിക്കാർപ്പിനെ കണ്ടില്ല. കൊള്ളാം. മറ്റേ കളർ ഫിഷിനെന്തോ പറ്റി, ഗോൾഡൻ കളർ. ലോക്കി കോഴിക്കാർപ്പ് ഇറുക്കി വെച്ചേക്കുന്നു. ഈ അക്വേറിയം നമ്മൾ വൃത്തിയാക്കിയിട്ട് നമ്മുടെ ബ്രാലിൻ്റെ കുഞ്ഞുങ്ങൾ ഇടാൻ പോണത് എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെള്ളമൊക്കെ മീൻസ് വെള്ളം ഒഴിച്ച് വൃത്തിയാക്കാൻ വേണ്ടി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് നേരം എടുക്കണ പണി ആയതുകൊണ്ട് നമുക്കിനി വൃത്തിയാക്കിയിട്ട് കാണാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് 2 അരോണകളെ കേട്ടോ വളർത്തിക്കൊണ്ടിരുന്നേ. പിന്നെ ചത്തുപോയി, അത് പിന്നെ ഇത് ഉപയോഗിച്ചല്ല. അതുകൊണ്ട് നല്ല പായലൊക്കെ ഉണ്ട് ഇതിൽ. ഫ്രണ്ട്സ്, നമ്മുടെ ഊസി കൂടെ വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ മോട്ടറും മൂടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പോവാണേ. ബ്രാലിന് സത്യം പറഞ്ഞാൽ ഓക്സിജൻ്റെ ആവശ്യമില്ല, എന്നാലും പക്ഷേ നമ്മുടെ വാട്ടർ എപ്പോഴും ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് വെക്കണേ. എടുക്കണ്ട്. നമ്മുടെ മൂടി വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാ കേട്ടോ അക്വേറിയം. ഈ അക്വേറിയത്തിൻ്റെ മൂടി അച്ഛൻ തന്നെ സെറ്റ് ചെയ്തെടുത്താട്ടോ. മോട്ടറൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് കുറേ നാളായിട്ടാ. അപ്പോൾ അത് വർക്ക് ചെയ്യണ്ടോന്ന് ടെസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അച്ഛൻ. വർക്ക് ചെയ്യുന്നുണ്ട്. യെസ്. നമ്മുടെ ഓസിനെ നമ്മൾ അളവിനനുസരിച്ച് മുറിച്ചിട്ട് വെക്കാട്ടെ എൻ്റെ അകത്തേക്ക്. ഓസ് വെച്ചിട്ട് സ്പോഞ്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിൽട്ടർ ചെയ്ത് അഴുക്കൊക്കെ ആ സ്പോഞ്ചിൽ ഇരുന്നോളപ്പോൾ. ഓക്കെ അല്ലേ? എന്താ വെച്ചേക്കണേ? അമ്മായിലിട്ട് പൂട്ടിയാ അച്ഛൻ്റെ കൊച്ചു പാവച്ച പൊന്നെ പൂട്ടിയാ അച്ചോ. പൊട്ടേട്ടാ 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 പാവം കൊച്ചിനമ്മ റൂമിലിട്ട് പൂട്ടിയിട്ട്, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് പെരുകോള്. അതുകൊണ്ടാട്ടാ. നമ്മുടെ മോട്ടറൊക്കെ സെറ്റ് ചെയ്തതിന് കേട്ടോ. സ്പോഞ്ചൊക്കെ ഇന്നെടുത്ത് മീനൊക്കെ ടബിലുണ്ട്. നമുക്കിനി മീനൊക്കെ എടുത്ത് അക്വേറിയത്തിലിടാം. നമ്മുടെ അക്വേറിയത്തിൽ ലൈറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാമറ ഞാൻ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീനുകൾ ഓരോന്നായിട്ട് നമുക്ക് ഈ ടബിലേക്ക് ഇടാം. നമ്മളിത് മെയിനായിട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ റിങ്ങിലിട്ട വരാലിൻ്റെ ഒക്കെ വലിപ്പം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാനും കൂടിയാണ്. ചെറിയ പരീക്ഷണമാണ്, വർക്കാവോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ഫിഷിനൊക്കെ കൊടുക്കണ ഫീഡ് ഇതാട്ടോ. ഇപ്പോൾ ഇവർ ചെറുതായതുകൊണ്ട് നമ്മളിപ്പോൾ ഹൈ പ്രോട്ടീനുള്ള ഫീഡൊക്കെയാണ് ഇവർക്ക് കൊടുക്കുക, പെട്ടെന്ന് വലുതാവാനും. പിന്നെ വലുതായതിനു ശേഷം ഏതോടുത്താലും കുഴപ്പമൊന്നുമില്ല. ഫീഡ് സൈസ് ഭയങ്കര ചെറുതാണ്, അതുപോലെ പ്രോട്ടീൻ 44% ഉണ്ട്. 10 കിലോൻ്റെ ഒരു പാക്കായിട്ടാണ് കേട്ടോ തന്നെ. ഒരു പാക്കിന് 1200 രൂപയാണ്. നമ്മൾ തീറ്റ എടുക്കാൻ പോവാട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ.